CC 756/2016 അൻസാർ അലി ഖാൻ. CC 88/2017 അൻസാർ അലി ഖാൻ. Counsel for the accused, Mr. Balakrishnan. Yes, Your Honor. എന്റെ കക്ഷി കക്ഷി പോകണം, ഇരിക്കണം, പിന്നെ പോലീസ്. മനസ്സിലായി? നിങ്ങളുടെ കക്ഷി പോലീസ് കസ്റ്റഡിയിലാണ്, ബെയിൽ വേണം, അത്രയല്ലേ ഉള്ളൂ. വിക്കാണല്ലേ? എടൊന്നും അറി, ഈ വിക്കനാണല്ലേ എനിക്ക് വാദിക്കാൻ കൊണ്ട് തന്നത്. വെച്ചിട്ടുണ്ട് അൻസാർ അലി ഖാൻ അല്ലേ? എന്താ നാക്കില്ലേ? സേ യുവർ നെയിം അലോ. തനിക്കോ അതോ പുള്ളിക്കോ? ഇൻഷുറൻസ്. ഇൻഷുറൻസ്. വാട്ട് ഈസ് ദിസ് മിസ്റ്റർ ബാലകൃഷ്ണൻ? ഓ, വക്കീൽ ഇങ്ങനെ വാദിക്കുവാണെങ്കിൽ എനിക്ക് അടുത്ത കേസ് വിളിക്കാൻ പറ്റില്ല. മാഡം പ്രോസിക്യൂട്ടർ. Your Honor, enquiry against the accused is still in progress. എന്ത് എൻക്വയറി മാഡം? ഒരു പച്ചക്കറി കടയുടെ പുകമുറിയിൽ പഴുപ്പിക്കാൻ വെച്ചിരുന്ന 10 കൊലകൾ എടുത്തുകൊണ്ട് പോയി. അത് തടയാൻ ശ്രമിച്ച കടക്കാരന്റെ മേത്ത് അമേദ്യം തുണി കെട്ടിയിറങ്ങി. പിന്നെ അയാൾ പുറകെ വരായിരിക്കാൻ അയാളുടെ സ്കൂട്ടറിന് കാറ്റ് ഒഴിച്ചു വിട്ടു. ഇതിന്റെ കൂലങ്കഷമായ അന്വേഷണം എപ്പ തീരും മാഡം? അത് certain loose ends. So you admit there are loose ends? നഖം കടിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല. വക്കീല് വക്കീൽ ഒറ്റയ്ക്ക് കേസൊക്കെ നടത്താൻ തുടങ്ങിയല്ലോ. ഇതങ്ങനെ വലിയ കേസൊന്നല്ലല്ലോ. ആ ശരിയാ. അല്ലെങ്കിലും ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കൊണമുള്ള വക്കീലന്മാരൊന്നും കിട്ടൂല. ഇതെന്തായാലും ഒരു നല്ല തുറക്കായിരിക്കട്ടെ. ശവം ഞാനാ. വക്കീൽ ഇനി അങ്ങോട്ട് ഒരുപാട് ബാധിക്കണം, വളരണം, വളർന്ന് പന്തലിക്കണം. ഒരുപാട് കാലം ഇനിയും മുന്നോട്ട് കിടക്കുമല്ലേ. ഓൾ ദ ബെസ്റ്റ്. യു മേ മൂവ് ബാക്ക്. Bail granted. വക്കീലെ, അകത്തോട്ടോ പുറത്തോട്ടോ? പുറത്തോട്ട്. Silence. നോക്കി നിൽക്കാതെ സാധനങ്ങൾക്ക് വേഗം ശരിക്കാ. എല്ലാത്തിനും വിളിച്ചിട്ട് വാ. ഇതെന്താ പുസ്തകം മാത്രം എടുത്ത്? നിയമം കയ്യിലെടുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. രാവിലെ തന്നെ എന്നെ കൊണ്ട് ടൂൾസ് എടുപ്പിക്കാതെ വിട്ട് പോടാ. അവന്റെ ഒരു ടൂൾസ് ഇവനെ ഞാനൊന്ന് ശരിയാക്കി തരാം. പോടാ, ഇത് ഞങ്ങളുടെ സ്ഥിരം കളിയാ അല്ലേ? ഇന്നത്തെ കളി കഴിഞ്ഞു, ഇനി സ്കൂളിൽ പോ. എന്നാ 20 രൂപ ഉച്ചയ്ക്ക് പഞ്ഞിമുട്ടായി വാങ്ങി കഴിച്ചോ. പോടാ.
ഡെന്റിസ്റ്റ് ആവാൻ പഠിക്കുക. പോടാ. ഗുഡ് ബൈ. താൻ എന്താടോ ഗുണ്ടകളെ ഉണ്ടാക്കുന്ന മെഷീന്? വക്കീൽ, യു ആർ ലക്കി. വന്ന ദിവസം തന്നെ ചോര കണ്ടില്ലേ? നല്ല ബെസ്റ്റ് പ്ലേസ് ആയത്. ഇനിയും വെച്ചടി കയറ്റി വരും. എന്താടാ പകച്ചു നിൽക്കുന്നത്? ആദ്യമായിട്ടാണ് ഈ മുഖത്ത് ചോര കാണുന്നത്. ആദ്യമായിട്ടാണ് എന്റെ പല്ല് മൂന്ന് കാണുന്നത്. സാധനം കൊണ്ട് അകത്ത് കയറും. നാട്ടുകാര് പല്ലെടുത്ത് ഞാൻ കുഞ്ഞായി പോവാമോ? ഇവനെന്താ വട്ടാണോ? പാവം പേടിച്ചു പോയി. ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം. അത് കൊച്ചല്ലേ, വിവരമില്ല. ഇറങ്ങി പോടാ. അയ്യോ എടി ഇതെന്നതാടി ബീന? ആവശ്യം കഴിഞ്ഞപ്പോ നീ വലിച്ചെറിയുന്നത് ആരുടെ ആവശ്യമാടാ? ആരുടെ ആവശ്യമാണ്? എന്റെ ബീന, നീ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കാതടി. വലിയ മജിസ്ട്രേറ്റ് വന്നിരിക്കുന്നു. എന്താ ഡിവീനെ കാര്യം? ചേച്ചി, ഇന്നലെ ഇയാളെ കിടന്നുറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കാലത്ത് കാശ് ചോദിച്ചപ്പോഴത്തേനും കടം പറയുന്നു. നാറി വീടെടുത്തടി. വാച്ചും ചെണി ഞാൻ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം കാശുമായിട്ട് വാ, തിരിച്ചു തരാം. ഓ, നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ്. എടിയാ ഷെയിനിങ് താടി. അതെ, മര്യാദക്ക് കാശായിട്ട് വൈകുന്നേരം വന്ന് സാധനം വാങ്ങിച്ചിട്ട് പൊക്കോണം. വീണ, ഞാൻ ഇടപെടണോ? നീ പോണോ? കാലടി പൊക്കാനാണ് ഇടപെടാൻ വന്നേക്കുന്നത്. വക്കീല് ചേട്ടനെന്താ ഇവിടെ? വക്കീൽ എന്നാ ഇവിടെ രാവിലെ കിടക്കൊക്കെ ആയിട്ട്? ഇവിടെ പായേ ഉള്ളെന്ന് അറിയാല്ലേ? മനസ്സിലായി. എൻജോയ്. ഇതിന് പിക്കൊരു തടസ്സമല്ലല്ലോ. വന്നേ. ഈ സ്ഥലം വേണം എന്തിനാ പറയുന്ന വക്കീല്? ഞാൻ തന്നു കഴിഞ്ഞല്ലോ. ഇവിടെ കുഴപ്പ ഫുൾ ഭീകര. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? വക്കീൽ ഇങ്ങ് വന്നേ. ഇത് എന്റെ അണ്ടറിലുള്ള കോളനിയാ. വക്കീൽ എന്റെ വക്കീലാണെന്ന് അറിഞ്ഞോണ്ടല്ലോ ഇവര് വക്കീലിനെ വാരിപ്പുണരും. ആഹാരം കെട്ടിപ്പിടിക്കും. ഒത്തു കിട്ടിയാ പഞ്ഞിക്കിടും. പഞ്ഞിക്കിടക്ക വക്കീലിന്റെ പഞ്ഞിക്കിടക്ക നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നന്ദിയൊക്കെ പിന്നെ പറയാം. അതല്ല, നന്നായില്ലേ? താങ്ക് യു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനോ? ഏതാശുപത്രികളുടെ ഭാഷ എത്ര പിടിയില്ലാത്തതും. ഞങ്ങളുടെ ഭാഷയല്ലേ ഈ ഓപ്പറേഷൻ, കൊട്ടേഷൻ, സ്കെച്ച്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. വക്കീൽ സ്മോൾ അടിക്കൂ? ഇല്ല. എങ്കിൽ വൈകുന്നേരം 6 മണിയാകുമ്പോ വക്കീൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കണം. അതിൽ 2ാമത്തെ സ്പൂൺ പഞ്ചസാര ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എത്തുന്നതായിരിക്കും. അഥവാ എത്തിയില്ലെങ്കിൽ വക്കീൽ ഒരിക്കൽ കൂടി എനിക്ക് ജാമ്യം എടുക്കേണ്ടി വരും. അപ്പോൾ ശരി. വക്കീലാണ് ഇന്ന് മുതൽ എന്റെ മാര. നന്ദഗോപാൽ മാര. ഓപ്പറേഷൻ ഷോ. ഞങ്ങളുടെ കോളിലേക്കൊരു ദാത കളിക്കണം. കാണാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നടക്കണം കണ്ട് ബാബുവേട്ടൻ പുറത്തിറങ്ങിയടാ. സാക്ഷി പറയണം. അയ്യോ എന്റെ പൊന്നു ബാബോട്ട, എന്നോട് മാപ്പാക്കണം. ഇനി ഞാൻ ഏരിയയിലോട്ട് വരില്ല. ഈ കൈകൊണ്ട് ആണോ യോഗം? അതല്ലേ, എനിക്ക് ആ യോഗം വേണ്ട. ബാബോട്ടാ, ഇവൻ നമ്മുടെ കോളനിയിൽ ഒരു വക്കീലിനെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. നമുക്കിട്ട് പണി തരാൻ വേണ്ടിയാണ്. ബാബോട്ട, ആ വക്കീലിനെ കൊണ്ട് സംസാരിപ്പിക്കരുത്. അയാള് സംസാരിച്ചാൽ നിങ്ങൾ താങ്ങില്ല. ഇവനെ എടുത്ത് ചാക്കി കയറാ. എന്തിനാ, പഴിപ്പിക്കാനാണോ? ഈ വിക്കിനോട് ആ വക്കീല് വിൽക്കാൻ വേണ്ടിട്ട് ഈ തെണ്ടിയെ കളിയാക്കാന്ന് വെച്ച് ഇടി മുഴുവൻ ഞാൻ കൊള്ളേണ്ടി വരുമോ?